അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മംഗലാപുരം തലപ്പാടിയിൽ വെച്ച് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ നടത്തിയ പ്രഭാഷണത്തിന് മറുപടി എന്ന രീതിയിൽ മമ്പാട്ടുകാരൻ വഹാബ് സഖാഫി വന്നുകൊണ്ട് അവിടെ ചില മറപിടികൾ നടത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മമ്പാട്ടുകാരനെ കൊണ്ടുവന്ന മംഗലാപുരക്കാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ പണം പോയി, അവരുടെ സമയം പോയി എന്നതിനപ്പുറം എന്ത് നേട്ടമാണ് അയാളെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മമ്പാട്ടുകാരൻ വലിയ അവകാശവാദങ്ങളും വലിയ സംഭവമൊക്കെയായി വിശദീകരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറം കൃത്യമായി ഹുസൈൻ സലഫി പറഞ്ഞതിനെ തൊടാൻ പോലും മമ്പാട്ടുകാരൻ കഴിഞ്ഞിട്ടില്ല എന്ന് മമ്പാട്ടുകാരന്റെ സംസാരം കേട്ട അവസ്ഥയിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. മമ്പാട്ടുകാരൻ തന്റെ കൂലിപ്പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടാറുള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മമ്പാട്ടുകാരൻ തലപ്പാടിയിൽ വന്ന് ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന രീതിയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാണുമ്പോൾ സമസ്തക്കാരെ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര വലിയ പണക്കാരൻ നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നാലും അവൻ സുന്നിയല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുതേ. ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ പറയുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു സംസാരമുണ്ടല്ലോ, സുന്നികളല്ലാത്തവർക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരോട് സംസാരിക്കുന്ന ഒരു സംസാരം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരത്തിന്റെ ഭാഗമാണ്. അത് കാണിച്ചുകൊണ്ട് മമ്പാട്ടുകാരൻ വഹാബ് മറുപടി പറയുന്നതാണ് ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതേ മോമിനിങ്ങള്, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്, കെട്ടാനും പോകരുത്. കേറി ചെല്ലാൻ പറ്റിയ തറവാടല്ല വഹാബി തറവാട്, കെട്ടിച്ച് കൊടുക്കാൻ പറ്റിയ തറവാടുമല്ല വഹാബി തറവാട്. അത് പേരോട് ഉസ്താദിന്റെ വകയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപിത നിലപാടാണ്. അത് സമസ്തയുടെ നിലപാടല്ല, ഇസ്ലാമിക പ്രമാണം പഠിപ്പിക്കുന്ന നിലപാടാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരം ഒരുവിധം എല്ലാവരും കേട്ടതാണ്. അത് ഞാൻ വീണ്ടും കേൾപ്പിക്കുന്നില്ല. വഹാബ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, സമസ്തയുടെ നിലപാടാണ്, അത് ഇസ്ലാമിന്റെ നിലപാടാണ്, അത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടാണ്. കെട്ടിക്കാനും പാടില്ല, കെട്ടാനും പാടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത്. കെട്ടിക്കാനും പാടില്ല, കെട്ടാനും പാടില്ല. കെട്ടിച്ചു കൊടുത്തവർ, കെട്ടിയവർ എന്താണ് ഇനി ചെയ്യേണ്ടത്? മമ്പാട്ടുകാര, നിലവിൽ കെട്ടിയ AP സമസ്തക്കാരൻ എന്താണ് ചെയ്യേണ്ടത്? നിലവിൽ കെട്ടിച്ച AP സമസ്തക്കാരൻ എന്താണ് ചെയ്യേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഉരുണ്ട് മറിയുകയല്ല വേണ്ടത്. അതായത് വഹാബി പെണ്ണ നിലവിൽ കെട്ടിയവനും അതുപോലെ തന്നെ വഹാബിക്ക് പെണ്ണ കെട്ടിച്ചു കൊടുത്ത AP സമസ്തക്കാരനുണ്ടല്ലോ, അവനൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതും കൂടി ഒന്ന് നിന്റെ മൗലാനയോട് പറയാൻ വേണ്ടി പറ. അതുകൊണ്ട് തന്റെ മൗലാനയോട്, അരവഹാബിയായ മൗലാനയോട് ഒന്ന് പറയാൻ വേണ്ടി പറ, ഇനി എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ പേരോടിന്റെ അവകാശവാദമല്ല, ഇതൊക്കെ ആധികാരികമായി നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ ചുവട്ടിൽ വിരൽ ചൂണ്ടി പേരോട് ഉസ്താദ് സ്ഥാപിച്ചു തന്ന ആദർശമാണ്. ആ ആദർശത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ ആദർശത്തിന്റെ ഇവൻ പറഞ്ഞ രൂപത്തിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിന്റെ അവസ്ഥയാണ് കേരളക്കരയിൽ നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കുരുവട്ടൂരുകൾ സൈക്കിൾ എടുത്ത് നിന്റെ മൗലാനയുടെ പിന്നാലെ തന്നെ കൂടിയതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്തിഗാസ വിഷയം, അതുപോലെ തന്നെ മുദബ്ബിറുൽ ആലം വിഷയം, അങ്ങനെ പല വിഷയങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പണ്ട് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അതിനെതിരെ തന്റെയൊക്കെ തട്ടകത്തിലുള്ള മുസ്ലിയാക്കന്മാര് തന്നെ പലതും പറഞ്ഞു വെക്കുന്നതും ഒക്കെ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് ആദർശത്തിന്റെ കഥയൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. മമ്പാട്ടുകാരാ, വളരെ വിനയത്തോടുകൂടി എന്റെ പഴയ സ്നേഹിതനാണല്ലോ. സ്നേഹിതനല്ല, അങ്ങനെ കുരുത്തക്കേട് പറയാൻ പാടുണ്ടോ? ഉസ്താദ് എന്ന് പറ മൗലവി. നിങ്ങൾക്ക് സിഹറുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന ഉസ്താദാണ്, കണ്ണാറുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന ഉസ്താദാണ്, ശൈത്താൻ ഉണ്ടെന്ന് പഠിപ്പിച്ച ഉസ്താദാണ്. ഇതൊക്കെ പഠിപ്പിച്ചെന്ന ഒരു ഉസ്താദല്ലടോ, അതൊക്കെ സ്നേഹിതെന്ന് പറഞ്ഞു കുതിരയാക്കല. അത് ആരാണ് പഠിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ കൃത്യമായി നജീബ് മൗലവിയും അതുപോലെ തന്നെ അമ്പലക്കടവ് ഹമീദ് ഫൈസിയും അങ്ങനെ തുടങ്ങി പല മുസ്ലിയാക്കന്മാരും, എന്തിന് അന്ന് നിങ്ങളുടെ തട്ടകത്തിൽ തന്നെ ഉണ്ടായ നൗഷാദ് കുരുവട്ടൂരിയും അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഒരു ചങ്ങാതി ഉണ്ടല്ലോ തൊഴിയൂർ സഖാഫി, ആ സഖാഫിയും ഒക്കെ കൃത്യവും വ്യക്തവുമായി സമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ കഥനകഥകളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മമ്പാട്ടുകാരാ, താനിതൊന്നും കേൾക്കുന്നില്ലേ? നിങ്ങൾക്കത് പറയാൻ എന്താ അർഹത? അതോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് മൗലാന പേരോട് ഉസ്താദ്. അതന്നെയാണ് അർഹത. അതുക്കും മേലൊരു അർഹത ഞാരെ മുമ്പിലാണോ തെളിയിക്കേണ്ടത്? വഹാബി പൗരോഹിത്യത്തിന്റെ ആസ്ഥാനത്ത് വന്ന് പേരോട് ഉസ്താദിന്റെ അർഹത തെളിയിക്കാൻ നിങ്ങളെ അമ്മിക്കു ചുവട്ടിലല്ല ഞങ്ങളെ വാലുള്ളത്. തന്റെയൊക്കെ വാല് അമ്മിക്ക് ചുവട്ടിലാണോ ഉള്ളത്, അതല്ല മറ്റെവിടെയെങ്കിലും ആണോ ഉള്ളത് എന്നൊക്കെ ഇനി അങ്ങോട്ടേക്കുള്ള സംസാരം
ആര്? നിങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ച സംസാരത്തിലൂടെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ യോഗ്യത സമസ്ത എന്ന് പറയുന്ന വിവരക്കേടിന്റെ സെക്രട്ടറിയാണ് എന്നുള്ളതാണ് യോഗ്യത എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെയോ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് എന്ന് വിളിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഹുസൈൻ സലഫി പേരോടനെ ഉസ്താദ് എന്ന് വിളിക്കണമെങ്കിൽ ഉസ്താദ് കിതാബോധി പഠിപ്പിച്ച ശിഷ്യന്മാർ ഉസ്താദിനെ കുറിച്ച് എന്താ വിളിക്കുന്നത്? സാക്ഷാൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ്, കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി, കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു, ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. മുത്തുറസൂലിനെ പറ്റി പറഞ്ഞ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ? ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്ത്വാദിയാണിവൻ. ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ, ദജ്ജാലൂന കദ്ദാബൂൻ, ദജ്ജാലി എന്നാണ്. മാത്രവുമല്ല ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾക്കും ഇന്ന് ഈ പറയുന്ന സെക്രട്ടറി വഹാബിയാണ്, അരവഹാബിയാണ്, മൂത്ത വഹാബിയാണ് എന്നാണ് പകര വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത്. ആ പകര വാപ്പൂട്ടി മുസ്ലിയാരെ കുറിച്ച് ഈ മമ്പാട്ടുകാരൻ വേറൊരു സ്റ്റേജിൽ പണ്ട് കൂലിപ്പണിക്ക് പോയ സമയത്ത് വിളിച്ചു പറഞ്ഞത് എന്താണ്? ഈ അടുത്ത് വല്ലാതെ ആലിമീങ്ങളെ പരിഹസിക്കുന്ന ഒരു പോയത്തക്കാരന്റെ സംസാരം കേട്ടപ്പോ ആ ചങ്ങാതി മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട പകര ഉസ്താദാണ് CM മഖാമ് കൈകാര്യം ചെയ്യണത്. അവിടെ വരുന്ന നീർച്ചപ്പെട്ടി മുഴുവോ ഉസ്താദിനുള്ളതാണ്. ഉസ്താദ് ഒരു 25 വർഷത്തിലേറെ കാലമായി ഈ ആഖിറു സമാനിലെ ഒരു നാട്ടിൽ, അതും പാരമ്പര്യമായ പണ്ഡിത സാന്നിധ്യം കൊണ്ട് വൈജ്ഞാനിക നിറച്ചാർത്തു നൽകിയ ഒരു നാട്ടിലെ ഒരു പണ്ഡിതൻ 20-ലധികം വർഷം ജീവിക്കാനും ദീനീ ഖിദ്മത്ത് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലിമീങ്ങളെ പരിഹസിച്ച് തോൽപ്പിക്കാൻ വിവരദോഷികൾക്ക് സാധിച്ചേക്കാം. വൈജ്ഞാനികപരമായ ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ ആലിമീങ്ങളോട് സംവദിക്കാനാണ് നട്ടെല്ല് വേണ്ടത്, പരിഹസിക്കാൻ ആ നട്ടെല്ല് വേണമെന്നില്ല. എന്നാ നിന്റെ നട്ടെല്ല് ഞങ്ങളൊന്ന് കാണട്ടെ. നീ ഇപ്പോൾ ഇവിടെ മെഴുകി വെളുപ്പിച്ച് അങ്ങോട്ടേക്ക് എടുത്തല്ലോ, വൈറ്റ് വാഷ് വല്ലാണ്ട് അങ്ങോട്ട് ചെയ്ത് വെളുപ്പിച്ചല്ലോ. ആ ചങ്ങാതി കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ കള്ളക്കഥകൾക്ക് കയ്യും കണക്കുമുണ്ടോ? ചെടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള പല ആളുകളെ കുറിച്ചും പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ കഥകൾക്ക് കയ്യും കണക്കുമുണ്ടോ? എന്നാൽ നിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി നീ വെളുപ്പിച്ചെടുത്ത സ്വപ്നജീവി പറഞ്ഞ കറാമത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ ഹോട്ടൽ കത്തിച്ച കഥ വലിയ ആവേശത്തോടെ പറഞ്ഞ പകര ബാപ്പൂട്ടി മുസ്ലിയാർക്ക് മറുപടി ആയിക്കൊണ്ട് പേരോട് പറഞ്ഞു വെച്ചത് എന്താണ്? അങ്ങനെ കറാമത്ത് ഉണ്ടാക്കില്ല, അങ്ങനെ സംഭവം ഉണ്ടാക്കില്ല, ആരോട്ട് കൊന്നിട്ടില്ല, ആരോട്ട് കൊല്ലം ഉണ്ടാക്കില്ല. പക്ഷെ കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചു കയറിയാൽ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല. ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനാണ് അവർ എന്താണ് ഒരു പീടിയെ കയറി ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടിയ അങ്ങ് കത്തിപ്പോയി. ഔലിയാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ചായ കുടിക്കുക, പൈസ ഒന്നും കൊടുക്കാണ്ട്, എന്നിട്ട് ഓലങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ പൈസക്ക് വെച്ചാൽ ഓല പീടിയ അങ്ങ് കത്തിച്ച് കളിയുക. ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാ ജനങ്ങളോട് പറയേണ്ടത്. അപ്പോൾ വിവരമില്ലാതെ മതം പറയാൻ പോരുത്, വിവരമില്ലാത്തവും മതം പറയരുത്. അമ്മാൻ സമത്തന മിണ്ടാതിരുന്ന രക്ഷപ്പെട്ടു. ആവശ്യമുള്ളത് മാത്രം പറയാം. ഒത്തില്ലാതെ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വിവരക്കേട് ചെയ്താൽ തന്നെ അങ്ങോട്ട് വിവരക്കേട് പറയാതിരിക്കണമെന്ന് ഒത്തില്ലാതെ ഉപദേശിക്കുകയാണ് ഫതഹുർ റബ്ബാനിയിലെ. അപ്പൊ അങ്ങനത്തെ മഹാന്മാര്, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. ചില ആളുകൾക്ക് അവർക്ക് വിവരമില്ല എന്നുള്ള വിവരമില്ല. ഔലിയാക്കളെ കിതാബ് മനസ്സിലാണെങ്കിൽ നല്ല ഇൽമാണ്, ഇമാമിങ്ങളെ കിതാബ് മനസ്സിലാണെങ്കിൽ നല്ല ഇൽമാണ്. കളവ് പറഞ്ഞിട്ടാണ് ഔലിയാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കല്. ഇനിയോ ഹോട്ടൽ കത്തിച്ച സംഭവം, അതിനെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ. ആരാണ് ഈ ഹോട്ടൽ കത്തിച്ച സംഭവം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്? പകര വാപ്പൂട്ടി മുസ്ലിയാര്. നിഷേധിക്കാൻ പറ്റുമോ മമ്പാട്ടുകാരാ? നീ വെളുപ്പിച്ചെടുത്ത നിന്റെ ഉസ്താദാണ്. ആ ഉസ്താദ് നീ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന നിന്റെ സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അടുത്ത് ഒരു പ്രസംഗത്തിൽ കേട്ടു, CM വലിയുല്ലാഹി ഏതോ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കറാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒന്നും അവർ എതിര് ചെയ്യുകയില്ല. അപ്പൊ കത്തിപ്പോയത് ഒരിക്കലും CM വലിയുല്ലാഹിയുടെ കറാമത്തോട് അങ്ങനെ കത്തുകയില്ല എന്നാണോ ഉദ്ദേശം? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ആശ്ചര്യം തന്നെ. പ്രതികൂലമായും അനുകൂലമായും അവരുടെ കയ്യിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടാവും, ശിക്ഷയായിട്ടുണ്ടാവും. ഔലിയാക്കൾക്ക്
ഇങ്ങനെ നല്ലത് മാത്രം ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു നിയമമൊന്നുമില്ല. വല്ലാത്ത നിയമം തന്നെയാണ് പകര വാപ്പൂട്ടി മുസ്ലിയാരെ. ഇനി പകര വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ മറ്റൊരു കളവിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നത് കേൾക്കും. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. മനസ്സിലായല്ലോ. ഇനി ഈ കറാമത്ത് ആരാ പറഞ്ഞത്? നേരത്തെ വഹാബ് സഖാഫി വെളുപ്പിച്ചെടുത്ത പകര ഹസനിയാണ്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഇനിയുമുണ്ട് ഇതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി താബോധി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ക്ലിപ്പുകൾ. ആർക്ക്? എന്റെ ബഹുമാനപ്പെട്ടു പോയ പകര വാപ്പൂട്ടി മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാർക്ക് ഒന്നുകൂടി കേൾക്കാം. UK മജീദ് മുസ്ലിയാർ ആയിക്കോട്ടെ ഇപ്രാവശ്യം. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം. ഈമാനിന് കേടുവരാൻ പാടില്ല. കേട്ടില്ല, ഈമാന് കേടുവരുമെന്നാ പറഞ്ഞത്. അങ്ങനെ ഈമാന് കേടുവരുന്ന രീതിയിൽ പറഞ്ഞു വെച്ചതാരാണ്? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ തന്നെ. ബഹുമാനപ്പെട്ട CM വലിയ പറഞ്ഞതാ. അതിന്നും മൗലിദുകളൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം. ഇനി ഈമാന് കേടുവന്ന UK മജീദ് മുസ്ലിയാരെ കുറിച്ച് എന്താണ് മമ്പാട്ടുകാരൻ പറഞ്ഞു വെക്കുക? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതാണോ ശരി? അതല്ല പകര വാപ്പൂട്ടി മുസ്ലിയാരും UK മജീദ് മുസ്ലിയാരും അടക്കമുള്ള സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളക്കഥകൾ പറയുന്ന മുസ്ലിയാക്കന്മാർ പറയുന്നതാണോ ശരി? ഏതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്? അതുകൊണ്ട് മമ്പാട്ടുകാര ഹുസൈൻ സലഫി ഹഫളഹുല്ലാ പറയുന്ന ആദർശത്തോട് ഏതാണ്ടൊക്കെ അടുത്തുകൊണ്ടേയിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ഹുസൈൻ സലഫിയെ ഉസ്താദ് എന്ന് വിളിക്കാൻ വേണ്ടി പറ. അതല്ലാതെ വിവരക്കേട് അലങ്കാരമായി കൊണ്ട് നടന്ന് സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് വായിന്ന് വീണതൊക്കെ വിവാദമായി അങ്ങനെ സ്വന്തം ശിഷ്യന്മാരെ കൊണ്ട് തന്നെ ദജ്ജാലി എന്ന് വിളിപ്പിച്ച പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഉസ്താദ് എന്ന് വിളിക്കണം പോയി. ഉളുപ്പില്ല ചങ്ങാതി. നീ ഇങ്ങനെയൊക്കെ വിളിപ്പിക്കണമെങ്കിൽ ഇതിനൊന്നും എന്ത് പോരാ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ, വല്ലാത്ത തൊലിക്കെട്ടി തന്നെ വേണം. കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി തന്നെ വേണം. സഹോദരങ്ങളെ, വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവൻ പറഞ്ഞ ഇതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് ഇതേപോലെ തൊലി പൊളിച്ച് കയ്യിൽ കൊടുക്കേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.